സ്വപ്നം കാണാത്തവരെ ആരും ഉണ്ടാവില്ല. കലാലയ ജീവിതം എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. അതിൽ പ്രണയമെന്നത് മറ്റൊരു സ്വപ്നം. ഇങ്ങനെ സ്വപ്നങ്ങളിൽ നിന്നുകൊണ്ടിരുന്ന നമ്മളിൽ ഒരുവന് ജീവിതകഥയാണ് ഈ കഥ. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവട്ടം തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. പല നാളായി മീനു, 3 വർഷമായി ഞാൻ നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും നിന്നോടത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷെ ഇനി എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് ഒന്ന് നോക്കാവോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. പ്രണയമൊക്കെ ആയിട്ട് വരുമോ? അവള് പോട്ടാ, അവള് പറയാൻ പോകുന്നു. വേണ്ട, നീ വേണ്ട, എന്നാ പറയാനാ? നീനടി അവളെ പൊട്ടറാവണം. സ്നേഹത്തിന് പകരം വെക്കാൻ അടി വേണ്ടേ? ഐഫോണല്ലേ നീ ഓടിക്കൂല്ലേ? ഇപ്പൊ മുതൽ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, വാശി കൊണ്ടാ പറയും. ഇനി ഞാൻ നിന്റെ മുമ്പ് വരുവാണെങ്കിൽ നീ പറഞ്ഞിട്ട് കോപ്പായിട്ടായിരിക്കും. അവളുടെ ഐഫോൺ കോണാടി. അതിനെ പോലെ സംശയം ഉണ്ടോ? എന്നോട് അതിനെ പോലെ സംശയം ഉണ്ടോ? നീ വിട്, നിനക്ക് ഇവിടെ റോളിൽ നീ പോട്ടോ. അത് ഞാൻ തെളിച്ച് കാണിച്ചു തരാം. എനിക്ക് അതിനുള്ള കഴിവുണ്ടോ ഇല്ല കാണിച്ചു തരാം. ഫ്രണ്ടിൽ കൊണ്ടിടുകയാണ്. അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്. അവളോട് പോവാൻ പറയടാ. ഏതായാലും മോശമായില്ല കേട്ടോ. അവനെല്ലാം പാവമാണ്. എനിക്കറിയില്ലടി എന്താ നിനക്ക് ഇവിടെ മാത്രമല്ല വേറെ നല്ല പെണ്ണൊക്കെ എടുത്തില്ലേ? ശരിക്കും എനിക്ക് എന്താണ് വെല്ലടിച്ചു. ഫസ്റ്റ് അവർ കറണ്ടിയുടെ ഇല്ലെങ്കിൽ അങ്ങനെ അറ്റൻഡൻസ് വരെ പുറത്തിറക്കി നിർത്തുകയും ചെയ്യും. ആൽബിനെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്നേ. പോയിക്കോണേ. ഇത്ര സമയമല്ലേ ഉള്ളൂ, കയറുവാ. അവന്മാര് പോയി, അമ്മയുടെ പാട് നോക്കി പോയി. എല്ലാത്തിനും അവന്റെ സഹായം പറയാം. ഞാൻ പറഞ്ഞിരിക്കും, ഞാൻ കൂടെ ഉണ്ട്. അവളെ ഏതാണ് അവളുടെ ഫോണിൽ എനിക്ക് ഐഫോൺ ഇട്ട് കാണിക്കണം. നിനക്ക് ഐഫോൺ അല്ല, ആപ്പിൾ അല്ല, ഓറഞ്ച് അല്ല, എന്ത് വേണം ഞാൻ വിളിച്ചു തരും. നീ വാ. ക്ലാസ്സിൽ കയറണം പോലും. കുപ്പി എടുക്കുവാണെങ്കിൽ എല്ലാം ഓടി വരുന്നതാണ്. ഒരായുധ കടയിരുന്നു ഞാൻ അത്രയും ഇതുപോലെ 10,000 ഞാൻ തരാം. നിങ്ങൾ വേറെ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കറിയാലോ ഞാൻ ഇവിടെ ഈ പെട്ടിക്കടയും വെച്ചിട്ട് എന്നാ കാട്ടാൻ വഴിയില്ലല്ലേ? ഒരു രക്ഷയില്ല. നിങ്ങൾ വേറെ ആരും ഇല്ല മക്കളെ, ഇല്ലാഞ്ഞിട്ടല്ല. അതെ ഉണ്ടാ തരൂലോ. കാശ് മാത്രം രക്ഷയില്ലാതെ വരുന്ന വഴിയാ. നീ വേറെ എന്ത് വേണേലും ചോദിച്ചു. വണ്ടി വേണേ വണ്ടി തരാം. നമുക്ക് ഒരു നിവൃത്തിയില്ല. ചോദിച്ചേക്കട പൈസ വേണ്ട വേണ്ട. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും എല്ലാ കാലവും.
ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ നീ എന്തിനും പറയുന്നു എടാവേ നീ ആലോചിച്ചിട്ട് വല്ല വഴിയും കിട്ടുന്നുണ്ടോ എന്നാ കോപ്പുണ്ടാക്കാനാ നിന്നോട് ഞാൻ അന്നേ പറയാൻ എടാ എന്ത് പറയാലടാ ഒറ്റ പൈസ ഇല്ലടാ കയ്യില് ആകെ തകർന്നിരിക്കുക അവൻ എന്നാ പറഞ്ഞു എന്നാ പറയാൻ എല്ലാരും കഴിയുന്ന പോലെ അവനും പുച്ഛിച്ചു എല്ലാമാരും ഇങ്ങനെയാടാ പൈസ വെക്കുമ്പോ ഇങ്ങനെ വളർത്തി കാണിക്കും കാരണം ചോദിച്ചിട്ട് കാര്യമൊന്നും ഇല്ലടാ അടുത്ത പണി വരെ നോക്കാം ഞാൻ ഇല്ലടാ നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഹലോ ആരാ വിളിക്കുന്നത് കൊച്ചാണോ ശരി പോയേ എടാ നിന്നെ വിളിക്കുന്നു കൊച്ചു വിളിക്കുന്നു 50,000 രൂപയോ ഈ കോളേജിൽ പഠിക്കുന്ന നിനക്ക് നിങ്ങളുടെ ഇത്രയും പൈസ ആവശ്യം ഹലോ അവൻ ഫോൺ വെച്ചെന്നാ തോന്നുന്നത് അല്ലേലും അവൻ പൈസയുടെ ആവശ്യം വരുമ്പോൾ മാത്രമേ വിളിക്കാറുള്ളൂ ഇവിടുത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയാടാ കാശിനാവശ്യം വരുമ്പോ അപ്പനെ മതി ബാബാതിരി അടഞ്ഞല്ലേ നമ്മളെ വിളിച്ചാലോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രീ അല്ലേ വിളി വിളിച്ചാൽ കിട്ടുമെന്ന് അറിയത്തില്ല എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല അടിച്ചാൽ തെളിയാത്ത വഴികളില്ല അളിയാ മനസ്സിൽ വേറെ ഒന്നും നമുക്കൊരു 2 എണ്ണം എടുത്തേക്കാം ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ട് നീ ആദ്യം വണ്ടി എടുത്ത് നമുക്ക് ഞാൻ ഉണ്ട ബിസ്ക്കറ്റ് വേണ്ട അല്ലേ പൊട്ടറ എങ്ങനെയാണ് ബിവറേജ് സാധനം എടുക്കുന്നത് അതെ ഞാൻ നമ്മുടെ ഒരു പരിചയക്കാരില്ല ആ അപ്പനോട് പറഞ്ഞ സീനാവും നമുക്ക് ഞാൻ അവന്റെ കുറിപ്പ് കൊടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ സാധനം മേടിച്ചോളൂ അതൊക്കെ നന്നായി അങ്ങനെയല്ലേ എന്നിട്ട് എന്റെ ഒരു രക്ഷയിലുള്ള പൊട്ടനിപ്പോ ഓണോടാ ഇവിടെ പോയേക്കാ ഇരുട്ടുവാ പോയേക്കാ നീ ഇവിടെ തരുമോ നീ അവളോട് പണി നോക്കാൻ പറ പിന്നെ പട്ടി എന്നാലും അവൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത് ഈ പെണ്ണെന്ന് പറഞ്ഞ വർക്ക് ഇങ്ങനെയാടാ തിരിച്ചോണ്ട് നമ്മുടെ കടുത്ത് ഇറക്കുന്ന 1, 2, 3 കൊല്ലം റോസപ്പ് കൊടുത്തു ഇഷ്ടമാന്ന് പറഞ്ഞു എന്നിട്ട് ഓള് പറയുവാടാ ഞാൻ പഴഞ്ഞനാണെന്ന് പറയാളിയാ ഞാൻ പഴഞ്ഞനാടാ ഈ ലോകത്ത് ജീവിക്കാം പണം വേണോടാ പണം അതില്ലാത്ത എല്ലാം പട്ടിയാവും പട്ടി പക്ഷെ അവളുടെ സ്നേഹം എന്ന ലോകത്തിന്റെ ഒപ്പമാണ് പണത്തോട് ആർത്തിയുള്ള ലോകത്തിന്റെ ഒപ്പം അവളില്ലാതെ എനിക്ക് പറ്റത്തില്ലടാ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ നീ എന്തൊക്കെ പറഞ്ഞാലും ആരെ കൊന്നിട്ടാണേലും ഏത് ബാങ്ക് കുത്തിപ്പിടിച്ചാണെങ്കിലും എനിക്ക് അവക്ക് കൊടുക്കാൻ ഒരു ഐഫോൺ വേണോടാ ഐഫോൺ നീ പേടിക്കണ്ട നീ ക്ഷമിക്കണ്ട എല്ലാത്തിനും വഴി ഉണ്ടാക്കടാ ഞാൻ ആലോചിക്കട്ടെ അറിയാവേ
ഇനി ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ അടിയേ ഉള്ളൂ. ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടി കുത്തി തുറക്കുക. നടക്കൂടാ, വഴിയില്ലടാ. നീ ഒന്ന് കൊണ്ടുപോയും ചെയ്യും. എനിക്ക് കാശ് വേണം, കാശ് വേണം, കാശ് വേണം. വാ എഴുന്നേക്കടാ. പോണ്ടേ പോണ്ടേ? അങ്ങോട്ട് ഭണ്ഡാരപ്പെട്ടി വിട്ട് കുളിക്കണ്ടേ? പോളായി. അപ്പൊ നിനക്ക് കാശ് വേണ്ടേ? വേണം. എന്നാ വാ പോവാം. വാ. നീ എവിടെയാ പോണേ? കുടി തുറക്കാൻ വല്ലതും വേണ്ടേ? ടെമ്പോളിയ ട്യൂഷനൊന്നും ആവശ്യമില്ല. നല്ലതിന് ധാരാളം അല്ലേടാ. എന്നാ പോവാം. എന്നാ വാ. ഇതാണ് നീ പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞു. വണ്ടി ഓടിക്കിട്ട് പോട്ടോ. ഇത്തിരി പോണ്ട മതിയോ? പെട്ടെന്ന് വാവുന്നു. ഹെൽമെറ്റ് എടുത്ത് നോക്കാൻ. മറന്നുപോയി. പെട്ടെന്ന് വാവുന്നു. കുഴിയുടെ പുറക്കാൻ വന്നാ പറ്റാ. നീ വാ. നോക്കട്ടെ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. സൈഡിൽ വരില്ല. നീ വാ. തുറക്കുന്നേ ഞാൻ തുറക്കുന്നു. നീ കല്ലെടുത്തിട്ട് വാ. നീ വരാം. കല്ലെടുക്കടാ പോയി. നോക്ക് അവിടെ എങ്ങാനും ഒന്ന്. നീ പൊളിക്ക്. അടിക്കടാ പെട്ടെന്ന് പെട്ടെന്ന്. കണ്ടാ മതിയായിരുന്നു. തുറക്ക് തുറക്ക് തുറക്ക്. അവിടെ നീ ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ. അവിടെ നീ ഇവിടെ പറഞ്ഞ നമ്മൾ വന്നല്ലേടാ. ഒന്നുമില്ല. ഇത് വേണ്ടായിരുന്നു ദൈവമേ. എന്താ ചെയ്യാനായി അറിയത്തില്ല. ചതിച്ചല്ലോ നീ. പോണെ പെട്ടെന്ന് പോണെ. ഇവിടെ നീ ഹെൽമെറ്റ് വെച്ചല്ലേ? ഹെൽമെറ്റ് വെക്കണം. ആൾക്കാര് കണ്ട തീർന്നു. എന്നെ കാണിച്ചോളിക്കോ. ചോന്നേരം ഇരിക്കണോ? ഇങ്ങനെ ആഹാ. എന്നതാ ആണോ? മാറങ്ങോട്ട് മാറങ്ങ. ഓ പൊന്നടി ഒന്ന് വാടേ. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. വണ്ടി എന്നാ അറിയത്തില്ല.
പെട്രോളൊക്കെ ഉണ്ടോ? ഒന്നും നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. പട്ട് പിടിച്ചോണ്ട് കണ്ടാവുന്നതാണ്. നമ്മുടെ വണ്ടിയായിരുന്നു, വേറെ വണ്ടി കൊണ്ടുപോകുന്നത്. അത് ഒന്നുമില്ല. എത്ര വണ്ടിയാണ്, വേറെ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. കമ്പനിക്ക് തന്നെ വണ്ടിയായിരുന്നു. ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ വണ്ടിക്ക് ഇതാണ് ഡേ. ഇവിടെ ഷാപ്പൂടി ഇല്ലേ? അവിടെ ചേട്ടാ അടിച്ചു നോക്കി നോക്കട്ടെ. ക്ലച്ചിൽ ഓടിക്കാം. എന്നതാണോ ഇത്? ഒന്നും ചെയ്തില്ലേ? മാർഗി ഞാനൊന്ന് നോക്കട്ടെ. അവളെ വളയ്ക്കും. അവിടെ രണ്ടാമത് ഐഫോൺ മേടിക്കുന്നു. ഐഫോൺ ആദ്യം അവളെ വളയ്ക്കും. രണ്ടാമത് ഐഫോൺ. രണ്ടും നടന്നില്ലല്ലോ. ആരെ കൊന്നിട്ടാണ് ഒപ്പിച്ച്? എടാ കഴിവുള്ളവനാരെ കൊല്ലാണ്ട് നമ്മളെ കണ്ടിട്ട് തിരിച്ചിടാൻ നോക്കും. ചെയ്തല്ലോ. അവളെ കണ്ടോ ഇത്ര ഉണ്ടാക്കിയെങ്കിൽ ബാക്കി ഉണ്ടാക്കാൻ അറിയാം. ഞാൻ പറഞ്ഞതിൽ എനിക്ക് മാറ്റില്ല. അങ്ങനെയാണെങ്കിലും ഐഫോൺ കൊണ്ടുവന്നാലും നീ എന്നെ അക്സെപ്റ്റ് ചെയ്യണം. ആ നോക്കാം. നോക്കിയാ പോരാ, എനിക്ക് വാക്ക് തരണം. പാ കാണുന്നുണ്ടെങ്കിൽ എന്തിനാ ഒന്ന് പോടാ. അത്രയും കൂടി ആ ശരി. ഞാൻ കൈയൊന്നും ഇട്ട് കൈയൊന്നിട്ട്
അങ്ങനെയാണ് ഞാൻ നിന്നോട് പറഞ്ഞു തരുന്നത്. ഇനിയും എൻ്റെ സ്നേഹം നിനക്ക് സത്യം തോന്നില്ലെങ്കിലും ഞാൻ പൊക്കോളാം. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അവരോട് ഞാൻ എന്താ പറയാ? എടാ, എനിക്കിത് വേണ്ടടാ. നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ നീ ഇങ്ങനെ അറിയാതെ പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് വിലയുണ്ട്. ഒരു ജീവനെ 2 ജീവിതങ്ങളുടെയും വില എനിക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടം. വേണ്ട, അങ്ങോട്ട് നോക്കിയാ ആ രണ്ടെണ്ണോടെ വരുന്നത്. ഇന്നലെ വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇന്നലെ വരെ കീരി പാമ്പായിട്ട് പറഞ്ഞ എന്റെ അറിയാ അവൻ ഇതിലും വലിയ എന്തോ വരാനിരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. തലവരെ മാറുകയല്ലോ. അതെ, അവസാനം അവന് വിധിച്ചു തന്നെ കിട്ടി. സത്യം പറ, ആൽബിൻ തന്നെയല്ലേ എബി? ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ആണോ? അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാ. നമ്മളോട് ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹമാണെന്ന് പറഞ്ഞാലും നമുക്ക് തിരിച്ച് സ്നേഹം തോന്നിയാലും നമ്മൾ തിരിച്ച് പറയില്ല. ഏതായാലും നീ പറഞ്ഞത് മോശമായിപ്പോയി. നിനക്ക് നിന്റെ ഇഷ്ടം തുറന്ന് പറയാൻ മേലായിരുന്നു. എങ്കിലും എങ്ങനെ ഞാനിത് അവനോട് പറയുക? ഏതായാലും നീ ഇന്ന് അവനോട് പറഞ്ഞതോർത്ത് നീ ഒരു ദിവസം ദുഃഖിക്കേണ്ടി വരുവാനു. ഈരാറ്റുപേട്ടയ്ക്ക് സമീപം കവർച്ചാ ശ്രമത്തിനിടെ അരുണെന്ന യുവാവിനെ 2 പേർ ചേർന്ന് കൊലപ്പെടുത്തി. കൊല ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചത് അപരിചിതൻ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്ത ഒളിക്യാമറ ദൃശ്യങ്ങളാണ്. കൊല ചെയ്യപ്പെടാനുണ്ടായ സംഭവ സാഹചര്യങ്ങൾ മൊബൈൽ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു.
ഇതെന്തോ പ്ലഗിന്റെ പ്രോബ്ലം എന്നാ തോന്നുന്നേ. മുറിക്കാൻ ശരിയാവുന്നേ. ഞങ്ങൾക്ക് ജീവിക്കണം.